അപ്പോൾ ഇന്ന് ഗൈസ് നമ്മളൊരു ഇന്നോവയ്ക്ക് വേണ്ടിയിട്ട് ഇന്നോവ എടുത്തിട്ട് നമ്മൾ ഇഞ്ചൻ പണിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ ഫ്രണ്ട് ഒരു പുതിയ ഇന്നോവ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇഞ്ചിന് ചെറിയൊരു വീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് അതായത് വർക്ക് എടുക്കാൻ ഇഞ്ചൻ പണിത് പുതിയതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലത്തൂർ കുറ്റിപ്പുറ റോട്ടിനുള്ള എഞ്ചിൻ റീബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് അന്നുള്ളത്. ഇവിടെ ഞാൻ ഇത്രയും കാലമായിട്ട് ഈ കമ്പനി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം എന്താ പറയുക, ഇതൊരു വാഹനത്തിൻ്റെ ഇഞ്ചിൻ്റെ ഒരു ലോകം തന്നെ. ഒരു സംഖ്യ വണ്ടിൻ്റെ എഞ്ചിനുണ്ട്, ബസ്സും കാറും പിന്നെന്താ പറയുക ലോറിയും എല്ലാ ഐറ്റംസും ഇഞ്ചിൻ്റെ വർക്കേഴ്സ് വരെ എടുക്കുന്ന ടീമാട്ടോ. ഇഞ്ചിൻ്റെ ഹെഡ് ഷേപ്പ് ആക്കുന്ന ഒരുപാട് മെഷീൻസ് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഞാനിന്ന് എന്തായാലും ഇത് ആദ്യമായിട്ട് വന്നുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് കാണിക്കാന്നുള്ള ലെവലിലാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കണ്ടല്ലോ, ഇഞ്ചിന് സംബന്ധപ്പെട്ട എല്ലാ പാർട്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. പാർട്സ് എന്നല്ല, പാർട്സ് ഒരു സ്പെയർ സെയിലിംഗ് അല്ല, സ്പെയർ റിപ്പയറിങ് ആണ് കേട്ടോ ഇഞ്ചിൻ്റെ ഫുൾ വർക്ക് എടുക്കുന്നത്. അങ്ങനെ എന്താ പറയുക, അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മളിപ്പം വന്ന ഉണ്ണി എന്താ പറയുക, അവിടുത്തെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്, ഓണറായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഈ മെഷീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ആണ് ഇതേപോലെ. ഈ സാധനം കണ്ടോ, ഇഞ്ചിൻ്റെ ഹെഡ് ഷേപ്പാക്കട്ടോ. ഈ ഹെഡ് ഷേപ്പാക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതായത് ഷേപ്പാക്കിയിട്ട് രണ്ടാമത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെള്ളവും എന്താ പറയുക ഇതൊക്കെ ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇത് കണ്ട, ഇതൊക്കെ റിഡ്സിൻ്റെ എഞ്ചിൻ ഉണ്ട് ഇവിടെ, പിന്നെ ഇന്നോവൻ്റെ എഞ്ചിൻ ഉണ്ട്, നിസാൻ്റെ എഞ്ചിൻ ഉണ്ട്. ഇതൊക്കെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പിടിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ വർക്കിൽ ബിസിയാണ്. അപ്പോൾ ഉള്ള സമയം കൊണ്ട് നമ്മളിതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് ചോദിച്ചു. അവർ ഉടനെ തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, ഇതൊരു ലോകം തന്നെ. എന്താ പറയുക, ഇഞ്ചിന് സംബന്ധപ്പെട്ട എന്താ പറയുക, നമ്മൾ ഇവിടെയൊക്കെ കോയമ്പത്തൂരൊക്കെ പോയ പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ എല്ലാവിധ വണ്ടിൻ്റെ എഞ്ചിനും വർക്ക് ചെയ്യുന്നൊരു ലോകം തന്നെയാണ് ഇത് വരുന്നത്. വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. ചിലതൊന്നും ഇഞ്ചിൻ നമുക്ക് ഏതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഈ കാണുന്നത് എന്തായാലും റിഡ്സിൻ്റെ ആണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു. പിന്നെ കണ്ട ബസ്സിൻ്റെ അതൊക്കെ എടുക്കുന്നത്, പിന്നെ ഇഞ്ചിൻ്റെ ഓരോ വർക്ക് ചെയ്യുമ്പോൾ അത് ഷേപ്പാക്കാനും കട്ടിങ്ങിനും, പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഓരോ സ്പെയർ, അതിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. അതിനുള്ള മെഷീൻസാണ് നമ്മൾ നേരത്തെ കണ്ടതൊക്കെ. അപ്പോൾ അത് ഒരു ഇഞ്ചിന് റിഡ്സിൻ്റെ ഡീസൽ ഇഞ്ചിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അത് ഫിറ്റ് ചെയ്യാണ്. അതേപോലെ ഹെഡ് ഷേപ്പാക്കി വന്നിട്ട് അത് പണിയെടുക്കുകയാണ്. ഇനി ഇതുമ്പോൾ വർക്ക് ചെയ്യാണ്ട് ഇവർക്ക് എന്തൊക്കെ വർക്കുകൾ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതേപോലെ ഇതും ഇതേപോലെ ഇനി ഷേപ്പാക്കാനുള്ളതാണ്. അത് ഷേപ്പാക്കിയത് വർക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഒരു 5-6 സ്റ്റാഫുണ്ട്, അത്യാവശ്യം വർക്കും ഉണ്ട് കേട്ടോ അവർക്ക്. ഞങ്ങളെ ഇഞ്ചിൻ്റെ വർക്ക് നോക്കിയപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ സമയത്ത് തന്നെ അത് തീർത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവർ ഓയിലും കാര്യങ്ങളൊക്കെ ഇഞ്ചിന് ഫുള്ള് അഴിച്ചു പണിയുന്ന ഇഞ്ചിന് ഓയിലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അതിൻ്റെ ബാക്കിൽ വരുന്നത്. പിന്നെ അതുപോലെ വേറൊരു മെഷീൻസ് ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലിട്ട് ഇഞ്ചിൻ്റെ സംഭവങ്ങൾ കട്ട് ചെയ്തിട്ട് കയറ്റാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് അത്യാവശ്യം. പിന്നെ ഇവിടെ അവരുടെ സ്പെയറുകളും സൂക്ഷിക്കുന്നുണ്ട്. ഇത് വേറൊരു ടീം ഒരു ചെറിയ വണ്ടിൻ്റെ എഞ്ചിനായിട്ട് വന്നാണ്. അത് ഓൾറെഡി അവർ പെട്ടെന്ന് ചെറിയ വർക്ക് ആയതുകൊണ്ട് അപ്പം തന്നെ തീർത്തെടുത്തു. അങ്ങനെ എന്തായാലും നമ്മളെ ഇഞ്ചിൻ എന്തായാലും വണ്ടി കയറ്റാൻ വന്നു. നമ്മൾ ജീപ്പായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സാധനം റെഡി ആയിക്കണ്. ഈ സാധനം നല്ല വെയിറ്റാണ്, അതുകൊണ്ട് ട്രോളി യൂസ് ചെയ്യണം. ഏകദേശം ഒരു 100 കിലോൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. എന്തായാലും ഇവർ 3-4 ആൾക്കാർ പിടിച്ചു, നമ്മളെ വണ്ടിയിൽ അത് വെച്ചു. സീറ്റ് പൊക്കിയിട്ട് സീറ്റിൻ്റെ അടിയിലേക്ക് സാധനം എന്തായാലും കയറ്റി. അങ്ങനെ എന്തായാലും നമ്മൾ ഇന്നോവ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഇന്നോവൻ്റെ ഒരു വീഡിയോ എന്തായാലും നമ്മളിതിൽ ചെയ്യുന്ന കേട്ടോ. ഇതെന്തായാലും ഒരു രക്ഷയില്ല, നല്ല വെയിറ്റ്. സാധനം കാണുമ്പോൾ ചെറിയ സാധനമാണ്, പക്ഷെ അതിൻ്റെ വെയിറ്റ് ഞാൻ ചോദിച്ചപ്പോൾ ഒരു 100 കിലോൻ്റെ മുകളിലുണ്ട്. കറക്റ്റ് തൂക്കി വെക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ, പിന്നെ വാഹനത്തിന് ബന്ധപ്പെട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ എന്ത് ചെയ്യും അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മളെ വീഡിയോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.